ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ മക്കളെ, എല്ലാവരും നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഓണപരീക്ഷയുടെ എല്ലാ ചോദ്യങ്ങളും കേട്ടോ, അധിക ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഓരോന്നായിട്ട് ഇനി വരുന്ന ഓരോ വീഡിയോസിലും ചെയ്തു നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അധികം ആളുകളും കൺഫ്യൂഷൻ ആക്കിയിട്ട് തെറ്റിക്കുന്ന ഒരു പ്രോബ്ലം കൂടിയാണ്. സോ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നമ്മൾ കമന്റ് ബോക്സിൽ ആൻസർ പറയുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: 0 എന്ന അക്കം വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളോ? സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡിജിറ്റ് അല്ലെ, ആകെ മനസ്സിലാക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലെ. 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടക്ക സംഖ്യകളാണ് അല്ലെ. ഇപ്പൊ രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? എവിടെ നിന്നാണ് രണ്ടക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്? രണ്ടക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മുതലാണ് അല്ലെ. 10 മുതൽ 99 വരെ, 10 to 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? അപ്പൊ എല്ലാവരും ചാടി കയറി പറയും, മിസ്സേ 99 സംഖ്യകൾ ആണോ? 99 സംഖ്യകളാണോ? 1 മുതൽ 99 വരെ ആണെങ്കിൽ 99 നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ 10 മുതലാണ് നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ? 2 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്റെ മക്കൾ എന്ത് പറയാം? യെസ്, 90 സംഖ്യകൾ മാത്രമേ അവിടെ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പോൾ 1 മുതൽ 99 വരെ ആണെങ്കിൽ 99 നമ്പേഴ്സ് ആണ്. പക്ഷെ ഇവിടെ 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കിക്കോളാം, 90 നമ്പേഴ്സുകളാണ്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് 90 നമ്പേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോളാം. സോ ഈ 90 നമ്പേഴ്സിൽ 90 എണ്ണത്തിൽ 0 ഉള്ള എത്ര സംഖ്യകളുണ്ട്, 0 ഇല്ലാത്ത എത്ര സംഖ്യകളുണ്ട്? സോ 0 ഉള്ള എത്ര സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇനി എഴുതി നോക്കാലോ അല്ലെ. ഒന്ന് ചുമ്മാ എഴുതി നോക്കിക്കേ. 0 ഉള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും? 10 ഉണ്ടാവും, 20 ഉണ്ടാകും, 30 അല്ലെ, 40, 50, 60, 70 ഉണ്ടാകും, 80, 90 ഇതുവരെയല്ലേ പോവുള്ളൂ. ഇതാണ് 0 ഉള്ള സംഖ്യകൾ. ഇപ്പൊ 0 ഉള്ള എത്ര എണ്ണം ഉണ്ട് അവിടെ അല്ലെ? 1 2 3 4 5 6 7 8 9 നമ്പേഴ്സുകൾ ഉണ്ട്. ഇപ്പൊ 9 നമ്പേഴ്സുകൾ വിത്ത് 0 ആണ്, 0 ഉള്ളവരാണ്. അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോളുക. ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രമാണ് ബോർഡിൽ എഴുതിയത്. അപ്പൊ ആകെ 0 ഉള്ള 9 നമ്പേഴ്സുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ 90 എണ്ണത്തിൽ 9 എണ്ണവും 0 ഉള്ളവരാണ്. അപ്പൊ ബാക്കിയുള്ളവർ ആരായിരിക്കും? 0 ഇല്ലാത്ത നമ്പേഴ്സ് ആയിരിക്കും. 0 ഇല്ലാത്ത നമ്പേഴ്സിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേടാ. 57, 22, 34 ഇങ്ങനെയുള്ള നമ്പേഴ്സുകളാണ് 0 ഇല്ലാത്ത 2 ഡിജിറ്റ് നമ്പേഴ്സുകൾ. അവർ എത്ര എണ്ണം ഉണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എടാ, ആകെ ടോട്ടൽ 90 സംഖ്യകൾ. ആ 90 എണ്ണത്തിൽ 9 എണ്ണവും 0 ഉള്ളതാ. അപ്പൊ ബാക്കി എത്രയുണ്ട്? ബാക്കി എത്രയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 90-ൽ നിന്ന് 9 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി, പോരെ? അപ്പൊ നമുക്ക് എത്ര കിട്ടൂടാ? 81 നമ്പേഴ്സ് എന്ന് കിട്ടും. അപ്പൊ അതാ 0 ഇല്ലാത്ത 81 സംഖ്യകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്ന ചോദ്യവും കൂടെയാണ്. സോ ആർക്കെങ്കിലും ഇതിന് ആൻസർ അറിയില്ലായിരുന്നെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അതെ, നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി വരുന്ന നമ്മളുടെ ഓരോ ലൈവുകളും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം ഓണപരീക്ഷ വരാൻ വേണ്ടി പോവാണ്. ആ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങളെ ലെവലാക്കിയിട്ട് അല്ലെ, നമുക്ക് എന്തായാലും ഓണപരീക്ഷ അടിപൊളിയായിട്ട് എഴുതണം. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇനി വരുന്ന ഓരോ ക്ലാസ്സിലും നല്ല അടിപൊളിയായിട്ട് മാരത്തോൺ ഒക്കെ വെച്ച് പഠിക്കണം അല്ലെ. അപ്പൊ ഒരു ലൈവ് പോലും മിസ് ചെയ്യരുത്. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ ലൈവും എന്റെ കുട്ടികൾ കാണണം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ആൻസർ നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.